പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, വ്യായാമം ചെയ്യാൻ നല്ല സമയം എപ്പോഴാണ്? അങ്ങനെ ഒരു ശുഭമുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല വ്യായാമത്തിൽ. ഞാൻ എന്തിനാണ് വ്യായാമം ചെയ്യേണ്ടത്, എത്ര ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പാടത്ത് അല്ലെങ്കിൽ പറമ്പിൽ പണിയെടുക്കുന്ന കൃഷിക്കാരൻ രാവിലെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വൈകുന്നേരം വരെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതേപോലെ 24 മണിക്കൂർ നമുക്ക് വ്യായാമം ചെയ്ത് നടക്കാൻ പറ്റില്ല, നമുക്ക് വേറെ ജോലികളുണ്ട്. സോ നമ്മൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കി മാറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ രക്തക്കൊള്ള അടിഞ്ഞുകൂടുകയും ഗ്ലൂക്കോസ് രക്തക്കൊള്ള ദ്രവിപ്പിക്കുകയും സ്മോൾ ബ്ലഡ് വാസ്കുലൈറ്റിസ് വരും, കൊഴുപ്പ് അടിഞ്ഞുകൂടുകയും ചെയ്യും, ബ്ലോക്കുകൾ ഉണ്ടാകും. സോ ഇത് രണ്ടിനെ എനർജി ആക്കാൻ ഭൂമിയിൽ ഒരു മരുന്നുമില്ല, വ്യായാമം മാത്രമേ ഉള്ളൂ. സോ എപ്പോൾ ചെയ്യണം? രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് സ്ട്രെച്ചുകൾ ചെയ്ത്, കുറച്ച് ബ്രീത്തിങ്, കാർഡിയൊക്കെ, കുറച്ച് മസിൽ സ്പെസിഫിക്, ഒപ്പം കുറച്ച് യോഗ, സ്ട്രെച്ച്, മെഡിറ്റേഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എനർജി ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പം ഡെയിലി നമ്മൾ റുട്ടീൻ ആക്ടിവിറ്റീസ് ലിഫ്റ്റ് കയറുന്നതിന് പകരം ഒന്ന് സ്റ്റെപ്സ് കയറുക, ഒരു 10-200 മീറ്റർ പോകാനുള്ള വണ്ടി എടുക്കുക, നടക്കുക, അങ്ങനെ അങ്ങനത്തെ കുഞ്ഞു ആക്ടിവിറ്റീസിലൂടെയും ഒരു ത്രൂ ഔട്ട് ദ ഡേ ഒരു ഇൻവോൾവ്മെന്റ് ലൈഫിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കൂടാതെ 2 നേരം പല്ല് തേക്കുന്ന ഗുണം ഒരു നേരം പല്ല് തേച്ചാൽ കിട്ടില്ലല്ലോ. 5 മിനിറ്റ് രാവിലെ വൈകുന്നേരം കുളിക്കുന്നതിന് പകരം രാവിലെ 1 മണിക്കൂർ കുളിച്ചാൽ ഈ ഗുണം കിട്ടും. അപ്പോൾ രണ്ടാമതൊരു വ്യായാമം വൈകുന്നേരം കൂടെ ഒന്ന് പ്ലാൻഡ് ആയിട്ട് അല്പസമയം, എത്ര മിനിറ്റ് പറ്റുമോ അത്ര സമയം ചെയ്തിട്ടുണ്ടെങ്കിൽ 2 നേരം പല്ല് തേക്കുന്ന 2 നേരം കുളിക്കുന്നതിന്റെ ആ ഗുണം നമ്മുടെ ശരീരത്തിൽ കിട്ടും. സോ നമ്മുടെ ചെറുപ്പവും ചുറുചുറുക്കും എല്ലാം സൂക്ഷിക്കാൻ വേണ്ടി, രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഏറ്റവും ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് വ്യായാമം ചെയ്യുന്നത്. സോ അതിന് ശുഭമുഹൂർത്തമൊന്നുമില്ല. 24 മണിക്കൂർ കൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് 24 മണിക്കൂറിന്റെ ഒരു പാക്കേജാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. താങ്ക് യു.